കൊല്ലം അഞ്ചലിൽ മോഷണക്കേസിൽ കുടുക്കി പോലീസ് പിടികൂടുകയും കോടതിയെ കുറ്റവിമുക്തനാക്കുകയും ചെയ്ത യുവാവ് ജീവനൊടുക്കിയതിൽ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് കുടുംബം. ഓട്ടോ ഡ്രൈവറായിരുന്ന രതീഷാണ് കഴിഞ്ഞ ദിവസം വീട്ടിൽ തൂങ്ങി മരിച്ചത്. കേസ് നടത്തിപ്പിനും ഓട്ടോയുടെ വായ്പാ തിരിച്ചടവിനുമായി എടുത്ത കടബാധ്യതയാണ് മരണത്തിന് കാരണമെന്നാണ് ബന്ധുക്കളുടെ പരാതി. വണ്ടിയിലൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാക്കി കളഞ്ഞിരുന്നു. വണ്ടിയിലൊക്കെ പോയി തുടങ്ങിയതേ ഉള്ളായിരുന്നു. ഇപ്പൊ അവന്മാർ അത്ര കഴിച്ച പരിപാടി കളഞ്ഞു. ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അഞ്ചലിലെ മെഡിക്കൽ സ്റ്റോറിൽ മോഷണം നടത്തിയെന്ന് ആരോപിച്ചാണ് 2014 സെപ്റ്റംബറിൽ പോലീസ് രതീഷിനെ അറസ്റ്റ് ചെയ്ത് 46 ദിവസം ജയിലിലടച്ചത്. താനല്ല മോഷ്ടിച്ചതെന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും CCTVയിൽ കണ്ട രതീഷിന്റെ ഓട്ടോറിക്ഷയുടെ ദൃശ്യങ്ങൾ തെളിവായി എടുത്താണ് കള്ളനെന്ന് മുദ്രകുത്തിയതും അറസ്റ്റ് ചെയ്തതും. പിന്നീട് കൊടിയ മർദ്ദനമാണ് രതീഷ് ഏറ്റുവാങ്ങിയത്. 2020 മറ്റൊരു കേസിൽ പിടിയിലായ തിരുവനന്തപുരം കാരക്കോണ സ്വദേശിയായ മറ്റൊരു പ്രതി അഞ്ചലിലെ മോഷണവും സമ്മതിച്ചു. അതുവരെ കോടതിക്ക് മുന്നിലും സമൂഹത്തിന് മുന്നിലും രതീഷ് മോഷ്ടാവായിരുന്നു. ഒരുപാട് വട്ടം പറഞ്ഞു. അതിന് അവർ പറഞ്ഞു നീ തന്നെയാണെന്ന് പറഞ്ഞിട്ട് നിരന്തര ശല്യം, നീയാണ് പ്രതി അല്ലാതെ എന്നും പറയുമായിരുന്നു. രതീഷേട്ടൻ പറഞ്ഞു അല്ല ഞാനല്ല, നിന്നെ പോലെ ഇരിക്കുന്ന ആളാന്ന് പറഞ്ഞിട്ട് അവർ പിടിച്ചോണ്ട് പോയത്. ജയിലിൽ നിന്നിറങ്ങിയ രതീഷ നിരപരാധിത്വം തെളിയിക്കാൻ പോലീസിനെതിരെ പരാതി നൽകി. കേസും നൂലാമാലകളുമായി പിന്നെയും മാസങ്ങൾ കഴിഞ്ഞു. ഓട്ടോറിക്ഷ തുരുമ്പെടുത്ത് നശിച്ചു. കേസ് നടത്തിപ്പിനും ഓട്ടോറിക്ഷ വാങ്ങാനെടുത്ത വായ്പയുടെ തിരിച്ചടവിനുമായി കടബാധ്യത വീണ്ടും വർദ്ധിച്ചു. ഇതുവരെ ഒരു പോലീസ് കേസിലും രതീഷ് പ്രതിയായില്ലെന്ന് നാട്ടുകാരും പറയുന്നു. വളരെ പാവം പിടിച്ചത്. നമ്മുടെ ഓട്ടോ ഓടിക്കാൻ പോകും, അതിനോടൊപ്പം തന്നെ വെട്ടാൻ പോകും, അതിനോടൊപ്പം തന്നെ വണ്ടിയിൽ പോകും എന്ന് പറഞ്ഞാൽ അവൻ അത്രയും കഷ്ടപ്പെട്ട് ജീവിച്ചൊരു വ്യക്തിയാണ്. അവനെയാണ് കണ്ടുകൊടുത്തത് മോഷ്ടാവെന്ന രീതിയിൽ കൊണ്ടുവന്നത്. ഈ നാട് മൊത്തം നാറ്റിച്ച് 10 വയസ്സുള്ള മകളും 6 വയസ്സുള്ള മകനുമുണ്ട് രതീഷിന്. പോലീസ് മർദ്ദനത്തിലുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം രതീഷിന് സ്ഥിരമായി ജോലി ചെയ്യാൻ പോലും സാധിച്ചിരുന്നില്ല. കേസ് നടത്തിപ്പിന് വേണ്ടി വീടും പറമ്പും ബാങ്കിൽ പണയം വെച്ചു. ജീവിക്കാൻ വേറെ മാർഗമില്ലാതെ വന്നപ്പോഴാണ് രതീഷ ജീവനൊടുക്കിയത്. കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ഈ കുടുംബം ആവശ്യപ്പെടുന്നത്. റിപ്പോർട്ടർ, കൊല്ലം.